അനുപമ സ്നേഹത്തിൻ ആഴവും ഉയരവും അകലവും നീളവും അറിയുവാൻ ബോധിക്കുന്നേ. അകലവും നീളവും ബോധിക്കുന്നേ. ശ്രീയേശുനാഥാനിൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി താരയിൽ വന്ന ശ്രീയേശുനാഥാനിൻ സ്നേഹം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വേദഭാഗമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഈ പ്രാവശ്യത്തെ ഈ സുവിശേഷ യോഗത്തിന്റെ പ്രാരംഭ ദിവസമാണ്. അതുകൊണ്ട് 9:30 എന്ന് സമയം പറഞ്ഞെങ്കിലും 9:30 വരെ എടുക്കത്തില്ല, അല്പം നേരത്തെ നിർത്തും. ദൈവം അനുവദിച്ചാൽ നാളെ മറ്റന്നാളും ഏറെ സമയങ്ങൾ തിരുവചനം ധ്യാനിപ്പാൻ അവസരം ദൈവം നൽകട്ടെ. ഒരു കൺവെൻഷന്റെ പ്രാരംഭ ദിവസമായിട്ട് പല കാര്യങ്ങളുണ്ട്. നാളെ ഇതൊന്നും കാണുകയില്ല, ഇന്നുള്ളതൊന്നും. നാളെ ഏറെ സമയം തിരുവചന ശുശ്രൂഷയാണ്. വളരെ പ്രാർത്ഥനയോടെയായിരിക്കും. നാളെ ദൈവം തരുന്ന പ്രകാശനത്തിനനുസരിച്ച് വേറൊരു വിഷയം ചിന്തിപ്പാൻ കർത്താവ് ശരണപ്പെടും. പരിചിതരായ പലരുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന് തിരുവല്ല പുറ്റപ്പുഴ പാർക്കുന്ന സന്ദർഭത്തിൽ പോകുവാനും പ്രാർത്ഥിപ്പാനും ഒന്നിച്ച് കൂട്ടായ്മയെ ആചരിപ്പാൻ ദൈവം കൃപ നൽകി. ദൈവം ഈ വിശക്കലീകരിക്കട്ടെ. ദൈവം ഇത് മലയിലെ കുഞ്ഞാച്ചാൻ്റെ മോനാണ്. ഇല്ല, ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പരിചിതമായ വേദശകലങ്ങളാണ് പൊതുവിൽ വായിച്ചു കേട്ടത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വേദഭാഗം. നമുക്കറിയാം, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ ഈടുറ്റ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. 21 ലേഖനങ്ങളിൽ ഏതാണ്ട് സിംഹഭാഗ ലേഖനങ്ങളും പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഏതാണ്ട് 14 ലേഖനം പൗലോസിന്. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. ഇങ്ങനെ 21 ലേഖനം. ഇതിൽ പൗലോസിന്റെ 14 ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ 4 നിലയിലാണ് പഠിപ്പിക്കുന്നത്. 1 ക്രിസ്തുശാസ്ത്രം, 2 സഭാശാസ്ത്രം, 3 അന്ത്യകാല ശാസ്ത്രം. ഇതില് ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം നമുക്കറിയാം. റോമാലേഖനവും കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളല്ല. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എബ്രായ ലേഖനം. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് വിവരിക്കുന്നില്ല. പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. 1 ഗലാത്യ ലേഖനം, 2 കൊരിന്ത്യ ലേഖനം, 3 എബ്രായ ലേഖനം. 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങൾ. നാടൻ ഭാഷയെ പറഞ്ഞ ഈ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാകാൻ അതിന് നാട്ടുഭാഷ പറഞ്ഞ 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. 3 പെശക്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. സഭയുടെ ആരംഭ നാളുകളിൽ ഈ 3 പെശകായിരുന്നു സഭയ്ക്കകത്ത് കയറിയത്. ഇന്നും ഈ പെശകൊക്കെ തന്നെ. ചിലരുടെ ചെല്ലുമ്പോൾ ആ നോട്ടം വരുമ്പോൾ അറിയാം, കാണുമ്പോഴേ അറിയാം പെശകിയിരിക്കുക. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഇടയ്ക്ക് ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. ഒരു സ്തോത്രം പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ വളരെ മറിയ സംഗ്രഹിക്കുന്നത് പോലെ സംഗ്രഹിക്കുന്നവരായിരിക്കാം. ഞങ്ങളെ പോലുള്ള ദൈവദാസന്മാര് ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളൊരു പ്രോത്സാഹനം കൂടെ നല്ലതാണ്.
സ്തോത്രം. കാരണം ഒന്നാമത്തെ കാര്യം എല്ലാവരും ഈ അസുഖങ്ങൾ ഒത്തിരി ഉണ്ട്, ദീനമൊക്കെയാണ്. അപ്പൊ ഈ അസുഖം പിടിച്ചിരുന്നാൽ പിന്നെ ഇത് അസുഖം കൂടും, നാളെ യോഗത്തിന് വരാനൊക്കെ. അതേസമയം ഫ്രീ ആയിട്ട് 2 സ്തോത്രമൊക്കെ പറഞ്ഞാൽ ഉള്ള കെട്ടുടഞ്ഞ് യോഗത്തിന് വന്നിട്ട് പണ്ട് നാട്ടിലൊരു ചൊല്ലുണ്ടായിരുന്നു, അടിയന്തരത്തിന് വന്നിച്ച് മുടിയാതിരാകരുത്. അത് സന്തോഷമായിട്ട് എല്ലാവരും പിരിയണം. അപ്പോൾ 3 പ്രശക്: 1 ഉപദേശ പ്രശക്, 2 ജീവിത പ്രശക്, 3 വിശ്വാസ പ്രശക്. 3 പ്രശക്. നമുക്കറിയാം, അതിൽ ഗലാത്യ ലേഖനം ഉപദേശ പ്രശകിന് എതിരെ എഴുതിയ ലേഖനം. എന്നാൽ കൊരിന്ത്യ ലേഖനം ജീവിത പ്രശക് കണ്ട് കറക്റ്റ് ചെയ്യാൻ എഴുതിക്കണം. എന്നാൽ ഇതിന് വ്യത്യസ്തമായ എബ്രായ ലേഖനം വിശ്വാസത്തിൽ പ്രശക സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ പ്രശക കൂടാതെ വിശ്വാസത്തിൽ യൂദായുടെ ഭാഷ പറഞ്ഞ അതിവിശുദ്ധ വിശ്വാസം ആഴ്ച മാറ്റുന്നതല്ല, ഒരിക്കലായി പരമേൽപ്പിച്ചതാണ്. ഇത് ഉറങ്ങി തെളിയുമ്പോൾ ഉപദേശം മാറ്റില്ല. നമ്മൾ പറയും ഇന്നലെ കണ്ട പുള്ളിയല്ലല്ലോ ഇത്, അത് പ്രത്യേകമാണ്. പത്ത് പുത്തൻ കാണുമ്പം മാറ്റുന്ന ഉപദേശമല്ല ഇത്. ആൾക്കാരുടെ വണ്ണോ പൊസിഷനും പ്രൗഢിയും കാണുമ്പോൾ മാറ്റുന്ന ഉപദേശമല്ല ഇത്. സ്തോത്രം. ഒരിക്കലായി പരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം. ഇത് അതിവിശുദ്ധ വിശ്വാസം. യൂദ അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? 3-4 ബാക്കി ഒന്ന് വായിച്ചേ. ബാക്കി വായിച്ച സംഭവം എഴുന്നേറ്റ് വന്ന് എഴുന്നേറ്റ് വന്നു. നന്നായിട്ട് വായിക്കുന്നത് പെട്ടെന്ന് വന്നാൽ അവരെ ഒരു മൈക്ക് കൊടുക്കാവോ? അയ്യോ ഇരിക്കും, അവർക്ക് വയ്യ, അങ്ങോട്ട് മൈക്ക് കൊടുക്കും. കണ്ടുപിടിക്കുക ബലഹീനത നിലവിൽ വായിക്കുന്നത്. ഇങ്ങനെ വരാനിട്ടായിരിക്കും. ആർക്കും വരാതിരിക്കട്ടെ. നമുക്ക് ദൈവം ആരോഗ്യവും ബലവും കരുത്തും ഓജസ്സും ഒക്കെ തന്നല്ലോ. ദൈവം വീണ്ടും ദീർഘായുഷ്യം അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെടുക്കുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവർത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്. എന്റെ സബ്ജക്ട് അല്ലാത്തതുകൊണ്ട് ആ ഭാഗം വിസ്തരിക്കുന്നില്ല. 20-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദാസനെ 20. നിങ്ങളോ പ്രിയമുള്ളവരെ, അല്ല പുള്ളിക്കൂടെ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ഉണ്ടോ? അപ്പൊ നമുക്ക് പ്രാപിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ വിശേഷത അതിവിശുദ്ധ വിശ്വാസം. അതെന്താ ഇത് അതിവിശുദ്ധ വിശ്വാസമാകാൻ കാരണം? മൊത്തമാകെ പറയാം, ഇത് വിശുദ്ധനിൽ നിന്ന് ലഭിച്ച വിശ്വാസമാണ്. ആരാ വിശുദ്ധൻ? പൂർണ്ണ വിശുദ്ധൻ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധനായ, നിർമ്മലനായ, ഉന്നതനായ, മഹിമയുള്ള യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച വിശ്വാസമാകയാൽ ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല. നമ്മുടെ വിശുദ്ധി ഒന്നും അധികം പറയാതിരിക്കുന്നതാ. പഴയ പിതാക്കന്മാര് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, അർദ്ധരാത്രി സൂര്യൻ ഉദിക്കാത്തത് പണ്ടൊരു സമയം വലിയ ഉണർവ് യോഗം നടക്കുക, എല്ലാവരും ആത്മാവിൽ നിറയ്ക്കുക, നൃത്തം ചെയ്യുക. അവിടെ ഇരിക്കുന്ന ശുശ്രൂഷകൻ 10-25 കൊല്ലമായിട്ട് ആ സഭയിലെ പാസ്റ്റർ. പുള്ളി വന്നു കഴിഞ്ഞാൽ ഇവർ മിക്കവരും വന്നത്. എല്ലാവരും പുള്ളിക്ക് ഒരുമാതിരി ആളുകയല്ലായിരുന്നു. ഭയങ്കര ഉണർവ് നടക്കുക, ചാടുകയും ബഹളവും നല്ലതാണ്. ഭയങ്കര ചാട്ടം അന്യഭാഷയും നൃത്തമൊക്കെ ചെയ്തപ്പോൾ ഉപദേശി അങ്ങോട്ട് മാറി നിന്ന് കർത്താവേ ഇപ്പം വരിക, 3-4 കൊണ്ടുപോകാൻ. 1 മണി കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 1 മണി വരെ ആരാധന. 1 മണി കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 11:45 വല്ലതും വരികയാണ്. മനസ്സിലായി? നിങ്ങൾ നല്ല കൂർമ്മ ബുദ്ധിക്കാരാ. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നിങ്ങൾ പിടിച്ചെടുക്കും.
ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല നാം നിൽക്കുന്നത്, നമ്മുടെ പൂർണ്ണത കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്, കൃപയാണ്. പക്ഷെ ഈ വിശ്വാസത്തിന്റെ വിശേഷത ഇത് അതിവിശുദ്ധ വിശ്വാസം, വിശുദ്ധനാകുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചത്. അത് വിഷയത്തിലേക്ക് വരാമ്പോൾ ഈ 3 ലേഖനം, തർജ്ജമ ലേഖനം, 3 പ്രസംഗത്തിനെതിരെ. 1 ഉപദേശ പ്രസംഗം, 2 ജീവിത പ്രസംഗം, 3 വിശ്വാസ പ്രസംഗം. ഓർമ്മിച്ചല്ലോ, ഗലാത്യ ലേഖനം ഉപദേശ പ്രസംഗത്തിനെതിരെ എഴുതിയ ലേഖനം. കാരണം ഗലാത്യ സഭയ്ക്കകത്ത് ഈ മുഴഞ്ഞ കയറ്റക്കാര് കയറി, ദുരുപദേശക്കാര്, ഭാഷോപദേശം, വിരുദ്ധോപദേശക്കാര്, വിപരീതോപദേശക്കാര് ഇതിനകത്ത് കയറി. അവർ കയറിയതിനെ പറ്റി വായിക്കുന്നത് മുഴഞ്ഞു കയറി എന്ന 2:4. മുഴഞ്ഞു വന്ന, അതിന് നല്ല ഭാഷാ പ്രയോഗം, മുഴഞ്ഞു വരിക. മലയാള ഭാഷയ്ക്ക് കൊടുക്കുന്ന പ്രത്യേക സന്ദർഭങ്ങളിൽ കൊടുക്കുന്ന ഒരു പദമാണ്. ഉദാഹരണം, പാകിസ്ഥാൻ സേന ഉണ്ടാവും, പലസ്തീൻ സേന രൂക്ഷമായ, ഭീകരമായ, ഭയാനകമായ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സന്ദർഭത്തിൽ കൊടുക്കുന്ന ഒരു പത്രഭാഷ എന്നർത്ഥം. ആ ഭാഷയാണ് അവർക്ക് ഉപയോഗിച്ചിരുന്നത്. സഭയ്ക്കകത്ത് ദുരുപദേശക്കാർ, ഈ ദുരുപദേശക്കാർ നേരെ വരികയല്ല. ഒന്നേ പമ്പിരിക്കില്ലേ, പുറകിരിക്കില്ലേ, ഞാൻ ഇടയ്ക്ക് കയറി പറയാം. ദുരുപദേശക്കാർ നേരെ വരികയല്ല. നിങ്ങളെല്ലാം ഇപ്പം നേരെ വന്ന് വിട്ടിരിക്കുക, ഞാനും നേരെ വന്നതാണ്. കാരണം നമ്മളെല്ലാം വരവിന്റെ ഉദ്ദേശം നല്ലതാണ്. പാകിസ്ഥാൻ സേന നുഴഞ്ഞു കയറി. അപ്പൊ ആ വരവിന്റെ ഉദ്ദേശം നല്ലത്, ഇന്ത്യയെ തകർക്കാൻ വരുന്നതാണ്. ഇന്ത്യക്ക് ഗുണം വരുത്താനാ വരുന്നെങ്കിൽ ഇന്ത്യ ഗേറ്റിൽ കൂടി അന്തസ്സായിട്ട് ഉദ്യോഗസ്ഥരെ വിളിച്ചത്, ചുമതലപ്പെട്ടവരെ വിളിച്ച് സല്യൂട്ട് സ്വീകരിച്ചില്ലേ കയറി വരേണ്ടത്. കമ്പിവേലിയുടെ ഇടയിൽ കൂടെ വരുമ്പോൾ ഓർത്തോണം, അവൻ ഇന്ത്യക്ക് ഗുണം വരുത്താൻ വരുന്നവൻ അല്ല. അവ സഭയ്ക്കകത്ത് ദുരുപദേശക്കാർ നേരെ വരികയാണ്. അവിടെ ഇരിക്കുന്ന ശുശ്രൂഷകൻ, അല്ലെങ്കിൽ നടത്തിപ്പുകാര്, എൽഡേഴ്സ് കൈ കൊടുത്തു, കഴിയപ്പെട്ടു, ഇരുന്നു. ഉദ്ദേശം നല്ലതാണ്. നുഴഞ്ഞു വരുമ്പോൾ ഓർത്തോണം, ഇവൻ സഭയ്ക്ക് ഗുണം വരുത്താൻ വരുന്നവനല്ല, സഭയെ നശിപ്പിക്കാൻ വരുന്നവനാണ്. അപ്പോൾ ദുരുപദേശക്കാർ നുഴഞ്ഞായിരുന്നവർ നേർക്ക് നേരെ വരിക. വരവിന്റെ ഉദ്ദേശം വേറെ, സഭ നന്നാക്കാൻ വരുന്നതല്ല, സഭയെ നശിപ്പിക്കാൻ വരുന്നതാണ്. ഈ പൗലോസ്, ഇടയ്ക്ക് കയറി പറയാം, പൗലോസ് നാളെ ഒരു രോഗമുണ്ടല്ലോ. പൗലോസ് എഫെസോസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയം ഒരു യോഗം വെച്ചു. ആ സെന്റ് ഓഫ് മീറ്റിങ്ങിന് പൗലോസ് എൽഡേഴ്സിനെ എല്ലാം കൂടെ വിളിച്ചു വരുത്തി എഫെസോസിൽ. അതിന്റെ ആ 17-ാം വാക്യം മുതൽ നിന്ന് വായിച്ച 19-20-17 യോഗം, 20-17 മുതൽ അവൻ മിലേത്തോസിൽ നിന്ന് എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവൻ അവരോട് പറഞ്ഞു, അവൻ എഫെസോസിൽ മിലേത്തോസിൽ നിന്ന് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവരവന്റെ അടുത്ത് വന്നപ്പോൾ അവരോട് പറഞ്ഞ ഭാഗമാണ് അടുത്ത ഖണ്ഡിക. ഞാൻ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ വളരെ താഴ്മയോട് കണ്ണതിരോട് യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചുവെന്നും പ്രയോജനമുള്ളതെന്നും മറച്ചു വെക്കാതെ വീട് തോറും രഹസ്യമായി നിങ്ങളോട് പരസ്യമായി പറഞ്ഞു, ഇപ്പോൾ ഞാൻ യെരൂശലേമിലേക്ക് കടന്നു പോകുന്ന കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പ്രസ്താവിക്കുന്നതല്ലാതെ അവിടെ എന്തുവാ സംഭവിക്കുന്നത് ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വലിയതായിട്ട് എണ്ണുന്നില്ല. ദൈവകൃപയുടെ ഓട്ടവും കർത്താവാകുന്ന യേശു ക്രിസ്തു തന്ന ശുശ്രൂഷയിൽ തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. മിലേത്തോസിൽ നിന്ന് എഫെസോസിലേക്ക് ആണെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തി, എൽഡേഴ്സിനെ വരുത്തി. സഭയ്ക്കകത്തൊക്കെ മൂപ്പന്മാരുണ്ട്. ഇപ്പൊ പിന്നെ മൂപ്പന്മാരുടെ മൂത്ത് കണ്ടവാൻ ഇതിനകത്തിരുന്നു. 10, 25, 30, 40, 50 കൊല്ലം കൊണ്ട് കണ്ടവാനാണ്. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം പറയുകയല്ല, കാരണം കണ്ടവാൻ മൂത്തിരിക്കുക. മൂത്ത സ്തോത്രം പറയുകയല്ല, ദൈവത്തെ ആരാധിക്കത്തില്ല, കൈയടിക്കത്തില്ല. കൈയടിക്കാനൊക്കെ ഈ ആരാധനയ്ക്ക് കഴിയും, പക്ഷെ ആ ഭക്ഷണത്തിന് കത്തി കൊണ്ടുവിടുന്ന നല്ല വൃത്തിയായിട്ട് ഇതൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കുക. നിന്റെ തലയിലെ വിളച്ചിലും
സംസാരിക്കുന്നത്. ഞാൻ ആശയിൽ വന്ന എല്ലാ ദിവസവും എല്ലാ നാളും നിങ്ങളോട് കൂടി എങ്ങനെയാണ് ആശയിൽ വന്ന ഒന്നാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടി എങ്ങനെ ഇരുന്നുവെന്നും അടുത്തത് വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും. വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു. എനിക്കുണ്ടായ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവദാസന്മാരെ, ദൈവകുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ദൂരത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടവര്, കർത്താവിനെ സേവിക്കുന്നത് കഷ്ടമെല്ലാം തീർന്നല്ല, കഷ്ടങ്ങളോടുകൂടെ അവനെ സേവിക്കുന്നത്. പുതിയ ഉപദേശക്കാര് ചെല്ല് പറഞ്ഞ് യേശുവിനെ അറിഞ്ഞ ഒരു കഷ്ടവും ഇല്ലെന്ന, അത് തന്നെ ദുരുപദേശമാണ്. കർത്താവ് തന്നെ നമ്മുടെ തിയോളജിമാര് വന്ന് ശ്രദ്ധിക്കേണ്ടവര് തിരിച്ചു മടച്ചു വെക്കുന്നവര് എന്ന് പറയുന്നല്ല. നാളെ ആവരണം ഇവിടുന്ന് ഭാഗം നാട്ടിൽ പ്രസംഗിച്ചും വിടുക്കന്മാരല്ല ഇവിടെ വന്നു ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കുക. കാരണം മക്കൾ ഇടാൻ തുടങ്ങി. മക്കള് ഇല്ല മമ്മി ഇരിക്കുക. പണ്ഡിതന് വേണ്ടി ധീരതയോടെ ബാധിച്ചവരാ ചോദിച്ചാ. സ്തോത്രം. ഞങ്ങളാകുമ്പോ പിന്നെ പണക്കമില്ലല്ലോ, എവിടെ താമസിപ്പിക്കണേ. അതിന്റെ കാര്യം പറഞ്ഞേ പോയില്ല, പിന്നെ എനിക്ക് അതൊക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ പ്രാരംഭത്തിൽ ഉറപ്പിച്ചത് ഒരിക്കലായി പരിമേൽപ്പിച്ചതാണ്. കഷ്ടത പാപമല്ല, ശാപമല്ല. പുസ്തകം ശരിക്കും പഠിച്ചാൽ കഷ്ടത ഒരു വരവും കൂടെ. കഷ്ടത ഒരു കൃപാവരവും കൂടെ. പൗലോസ് തന്നെ പറഞ്ഞ നമുക്ക് മനഃപാഠമാണ്. ആണ് കഷ്ടം സഹിപ്പാൻ എനിക്ക് യോതൊരു വരമാ, ശാപമല്ല കേട്ടോ. പിന്നെ ആർക്കും ഈ വരം വേണ്ട, ഇനി തരാന്ന് പറഞ്ഞാലും ഉള്ളതെങ്കിലും മാറണം നടത്താ വന്ന് ഈ അരിയലും വന്ന് മുത്തിയിരിക്കുന്നത്. പക്ഷെ പുസ്തകം പഠിപ്പിക്കുന്നത് ഇതൊരു വരമാണ്. എനിക്ക് വലിയ സങ്കടം, എന്റെ തൊണ്ട ഞാൻ കടന്ന് പാടാൻ വയ്യ. നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്ക്. ഉപദേശി പാടിയൊരു പാട്ട് നമുക്കറിയാമല്ലോ. കഷ്ടതകൾ ദൈവമേ എൻ അവകാശം തന്നെയല്ലോ, കഷ്ടതകൾ ദൈവമേ എൻ അവകാശം തന്നെയല്ലോ, വിശ്വസിപ്പാൻ മാത്രമല്ല നൽവാരം തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത, തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. എന്ത് നല്ല വരികളാണ്. തങ്ക കഷ്ടത. കർത്താവ് തന്നെ തിരുവായി കൊടുക്കല്ലോ, ലോകത്തിൽ നിന്നൊക്കെ കഷ്ടം കൊണ്ടത് ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ ധൈര്യപ്പെട്ടോണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുക. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ കഷ്ടതയും കൂടെ പോകുന്ന ദൈവകുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ നിരാശപ്പെടരുത്, പതറരുത്, തകർന്നു പോകരുത്. ഇതൊരു കൃപാവരമാ. അവൻ തന്നതിനായി സ്തോത്രം പറ. അതുകൊണ്ടാ ഈ പണ്ടത്തെ ഭക്തന്മാര് പാട്ടുകളോട് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഇത് പാടുകയും പറയുകയും ചെയ്യുന്നത്. അതിൽ അകത്തിരിക്കുന്നതെല്ലാം ഇതാണ്. ഭക്തന്മാരൊക്കെ പാടിയോ? പഴയ ഭക്തന്മാര് കർത്തതയുടെ കൈപ്പൊന്നീരിൻ പാത്രവും അങ്ങയങ്കാരങ്ങളിൽ കൂടിപ്പാൻ തന്നാൽ ചോദ്യം ചെയ്യാതെ എന്നിൽ പകരണമേ. അപ്പൊ പണ്ടത്തെ ഭക്തന്മാര് പറയാ, കഷ്ടതയുടെ കൈപ്പൊന്നീരിൻ പാത്രം എന്റെ കൈ തന്നാൽ ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യണം. പണ്ടത്തെ ഭക്തന്മാരങ്ങനെ ചോദ്യം ചെയ്യാതെ കഷ്ടതയുടെ കൈപ്പൊന്നീരിൻ പാത്രം കൊടുത്താൽ ഒന്നും ചോദ്യം ചെയ്യത്തില്ല, വാങ്ങി പാനം ചെയ്യുക. ഇന്നത്തെ ഭക്തന്മാർ വേണം, എനിക്ക് വേണം.
എന്നിട്ട് കഷ്ടതയുടെ കൈപ്പിടിനീരും പാത്രം കൊടുത്തപ്പോൾ ചോദ്യം ചെയ്യാതെ വാങ്ങി. ഇന്നത്തെ ഭക്തന്മാര് നേരെ തിരിച്ചാ. കഷ്ടതയുടെ കൈപ്പൂനീരിൻ പാത്രവും അങ്ങയൻ കരങ്ങളിൽ കൂട്ടിപ്പാൻ തന്നാൽ പാനം ചെയ്യാതെ വാങ്ങി ചോദ്യം ചെയ്യും. നേരെ തടത്തിലും. ഇന്ന് കഷ്ടതയുടെ കൈപ്പിടിനീരും പാത്രം കൊടുത്താൽ ഒരെണ്ണം കുടിക്കുകയല്ല, അത് കൈ വെച്ച് ഉപയോഗിക്കുക തന്നെ ഇപ്പൊ തരാൻ കാരണം. പണ്ടത്തെ ഭക്തന്മാര് ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്തു. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി കഷ്ടതയ്ക്കും ബുദ്ധിമുട്ടും പോരാട്ടങ്ങൾ സഹിക്കുന്ന ദൈവോന്യങ്ങൾ നിരാശപ്പെട്ടു പോകുന്നത് ഇതൊരു വരമാണ്. അതെ, പൗലോസ് പറയാ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെച്ചിട്ടില്ല. എന്ന് പറഞ്ഞ ആരുടെ മുഖമൊന്നും നോക്കുന്നില്ല, ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഞാൻ പോന്നപ്പോഴേ എന്റെ ഭാര്യ പറഞ്ഞ അവിടെ സൂക്ഷിച്ചു വേണം, ഒന്നും അധികം ഒന്നും. നമ്മൾ ഈ കൊതുക് പോരുന്നത് പോലെ പോരുന്നത്. കൊതുകിനോട് ഭാര്യ ചോദിച്ചു അത്താഴം വേണമെന്ന്. പുള്ളി പറഞ്ഞു അത്താഴം വെക്കണ്ട, ഒന്നേ കുടിച്ച് ചാകുമല്ലേ, അടിച്ച് ചാകും, എന്തായാലും ചാകും എന്നുള്ളത് ഒന്നേ കുടിച്ച് ചാകുമല്ലേ. ആരെങ്കിലും ഒരാൾ വേണ്ടേ? അപ്പൊ ഇത് ഒരു വരമാണ്. ഓർത്ത് സ്തോത്രം ചെയ്തോണ്ട് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെച്ചില്ല. പിന്നെ അതെ, അധികം വിസ്തരിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം താഴോട്ട് പോകാൻ തന്നെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന പദപ്രയോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ വീട് തോറും മനുഷ്യമായിട്ട് രഹസ്യമായിട്ടൊക്കെ നിങ്ങളോട് പറഞ്ഞു. ഇപ്പൊ ഞാൻ യെരൂശലേമിലേക്ക് പോകയാം. അവിടെ കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പ്രസ്താവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ കഷ്ടത മാത്രമേ ഉള്ളൂ. ഇനി യെരൂശലേം സഭയിലോട്ട് പോകാം, അവിടെ കഷ്ടങ്ങളും ബന്ധനങ്ങളും കാത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പ്രസ്താവിക്കുന്നു. നാടൻ ഭാഷ പറഞ്ഞ ഇനി ചെല്ലുമ്പോൾ അറിയാം എന്തോ ഓടാലിയാം. പക്ഷേ എന്റെ പ്രാണനെ ഞാൻ അതാ വിഷയം, അതാ പോകാൻ നിർബന്ധിതനായത്. സ്തോത്രം. ഞാൻ എന്റെ പ്രാണനെ അങ്ങനെ വലുതായിട്ട് കാണുന്നില്ല. അത് എന്തൊക്കെ ഓട്ടവും ദൈവകൃപയുടെ ആ കൃപയ്ക്കനുസരിച്ച് യേശു ക്രിസ്തു തന്ന ശുശ്രൂഷ നൽകണമെന്ന് എനിക്കുള്ളൂ. പൗലോസേ ധാരാളം കാര്യോടെ പറഞ്ഞിട്ട് പൗലോസ് നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു വെളിപ്പാട് പറഞ്ഞു. പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരോട് എൽഡേഴ്സിനോട് ഒരു വെളിപ്പാട് പറഞ്ഞു. ഞാനിവിടെ 3 കൊല്ലം കർത്താവിന്റെ വേല ചെയ്തു. ഈ 3 കൊല്ലത്തെ വേലയോ എന്തോ നല്ല പ്രവർത്തനമാണ്. ആ 3 കൊല്ലത്തെ വേലയിൽ 2 കൊല്ലം ബൈബിൾ ക്ലാസ് എടുത്തു. എഫെസോസിൽ 2 കൊല്ലം. സഭ നന്നായിട്ട് പോകണമെങ്കിൽ ബൈബിൾ ക്ലാസ് മസ്റ്റാണ്. തുള്ളിച്ചാടി പോയ ആരോഗ്യം കിടന്നും വിശ്വാസത്തിന് പോകും. ആരോഗ്യമുള്ളതുകൊണ്ടായി കിടന്നു ആരോഗ്യം അസുഖമാകുമ്പോൾ അത് പരിവക്കേടാകും. പക്ഷെ അകത്ത് തിരുവചനം ഉണ്ടെങ്കിൽ, അഥവാ രോഗക്കിടക്കെ കിടന്നാൽ അകത്തിരിക്കുന്ന വചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അകത്ത് തിരുവചനം വേണം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനം എന്റെ ഹൃദയത്തെ സംഗ്രഹിച്ചു. അവൻ സങ്കീർത്തനക്കാരെ പാടി എന്റെ ഹൃദയ ശുഭവചനത്താൽ കവിയുന്നു. എന്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത്. എന്റെ നാമ സമർത്ഥനായി ലേഖകന്റെ എടുത്തുപോലെ നമ്മുടെ വചനം ഹൃദയം തിരുവചനം കൊണ്ട് പൂരിതമാണ്. സ്തോത്രം. യേശുവിന്റെ സ്നേഹം കൊണ്ട് നിറയും. സാറ് പണ്ടൊരു പാട്ട് പാടിക്കോ, എനിക്കോ പരഗതിയാരുള്ളൂ വതിന്നുന്നി രചിച്ചു സുരപുരമതിനാൽ, എനിക്കു പരഗതിയാരുള്ളൂ വതിന്നുന്നി രചിച്ചു സുരപുരമതിനാൽ, ദരിദ്രനകം തന്നെ സമൃദ്ധി ലഭിക്കുവാൻ ദരിദ്ര നിലയിലായി മരിച്ചു നീ, ദരിദ്രനന്ദ സമൃദ്ധി ലഭിക്കുവാൻ ദരിദ്ര നിലയിലായി മരിച്ചു നീ, സ്നേഹപൂരിത ജീവനാഥ. നമ്മുടെ ഹൃദയം തിരുവചനത്താലും ക്രിസ്തുവിന്റെ സ്നേഹത്താലും പൂരിതമാണ്. അപ്പൊ പൗലോസ് 3 കൊല്ലത്തെ പ്രവർത്തനത്തിൽ 2 കൊല്ലം ബൈബിൾ ക്ലാസ് എടുത്തു. അത് ആഴ്ചയിലൊന്നും മാസത്തിലല്ല, ദിവസേന ദിനം പ്രതി തുറന്നോസിന്റെ പാഠശാല. എന്തോ പ്രവർത്തനത്തിന്റെ ശൈലി കണ്ടോ? ദിവസേന തിരുവചനം പഠിപ്പിച്ചു. തുറന്നോസിന്റെ പാഠശാല. അത് 2 കൊല്ലം.
അപ്പൊ 2 കൊല്ലം നന്നായിട്ട് വചനം പഠിപ്പിച്ചു. അതുകൊണ്ട് ആ നാട്ടിലുള്ള യഹൂദന്മാരും എല്ലാം വചനം പഠിച്ചു. പിന്നെ 1 കൊല്ലം, മൊത്തം 3 കൊല്ലത്തെ പ്രവർത്തനം, 1 കൊല്ലം നന്നായിട്ട് സുവിശേഷം അറിയിച്ചു. എഫെസോസില് എല്ലാവരോടും സുവിശേഷം പറഞ്ഞു. പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ മെത്തേഡ് ആ ഭാഗമൊക്കെ അപ്പോസ്തലപ്രവൃത്തി മൊത്തം പഠിക്കുമ്പോൾ അറിയാം. എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. അവിടെ മൊത്തത്തിലൊരു പ്രയോഗമുണ്ട്. കണ്ടവരോട്, ചന്തസ്ഥലത്ത്, വഴിവക്കത്ത്, പുഴവക്കത്ത്, മെനക്കെടാതെ വീട് തോറും പരസ്യമായി രഹസ്യമായി ചെറിയവരോടും വലിയവരോടും. അങ്ങനെയുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടായിരുന്നത് എന്ത് നല്ലതായിരുന്നു. നമുക്ക് ആത്മഭാരമൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരും അല്ല, ചിലര് പ്രവർത്തിക്കാൻ പോകുന്നുണ്ടല്ലോ. നാട്ടിലുണ്ട്, പലയിടത്തും ഉണ്ട്. ഗോസ്പൽ ടീമാണ്. 2 പേര് വരും, ലഘുലേഖം കാണും. ചിലര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നടന്നിങ്ങനെ പോകുമ്പോൾ വലിയ വീട് കാണും. കൂടെ ഉള്ളവർ നമുക്ക് അങ്ങോട്ട് കയറാം. അവിടെ നമ്മുടെ കടയിൽ വന്ന ഒരു അസറ്റാണ്. എന്നാൽ കൂടെ ഉള്ളവർ അവർ നമ്മളോടൊന്നും എന്നാ നമുക്ക് കയറാം വരികയെന്ന് സഭയ്ക്ക് അവർ നമ്മളോടൊന്നും കുഴപ്പം. വന്നാൽ നല്ലതാണ്. പക്ഷെ അവർ നമ്മുടെ കൂടെ അവർ താരൂടെ അവിടെ തമ്മിലൂടെ ഒക്കെ നമ്മുടെ കൂടെ ഇന്നലെ പാട്ടി കാണും. കുഴപ്പമില്ല, കാരണം വരികയായിരുന്നു അറിയാം. ഇവിടെ പറയാം എന്നാ വേണ്ട വാ. പിന്നെ കൊണ്ട് നടക്കുന്നു. ഈ റോഡ് സൈഡിൽ പുറമ്പോക്ക് താമസിക്കുന്നവരുണ്ട്. ചാക്കുമൊക്കെ മടച്ച് പലകയൊക്കെ അടിച്ചു ഈ പനയോല കൊണ്ട് മേനെ ഷെഡ്. എന്നാ നമുക്ക് അങ്ങോട്ട് കാണാം. അത് നിങ്ങൾ വന്നിട്ടില്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ദർശനം? എവര് വന്നാ നല്ലതാ, പക്ഷെ നമ്മുടെ കൂടെ വരികയില്ല. മറ്റവര് വരും, വന്നിട്ട് നമ്മൾ സമയം വന്ന് പറയാം ഭാവി കൊയ്ത്ത് വളരെ അത് നിന്റെ തന്നെ എവിടെ വിട്ടേക്കുന്നത്? സ്തോത്രം. പാട്ടൊക്കെ പാടാം. 1000 10,000 പൗലോസിന്റെ ദർശനം ഏത് യോഗങ്ങൾ നമുക്കുണ്ടാകട്ടെ. എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. കക്ഷപക്ഷ വർണ്ണ വർണ്ണ വ്യത്യാസം കൂടാതെ സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്. ഏത് ജാതിയിലും ഗോത്രത്തിലും സമൂഹത്തിലും കുടുംബത്തിലും കുലത്തിൽപ്പെട്ടവര് സുവിശേഷം ആവശ്യമാണ്. സുവിശേഷം എല്ലായിടങ്ങളിലും ചെല്ലട്ടെ. എല്ലാവരും സുവിശേഷം കേൾക്കട്ടെ. സ്തോത്രം. നരമോഹികളെ നരസ്നേഹികള ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികള ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എവിടെയും പറയാൻ കൊള്ളാവുന്ന സുവിശേഷം. ഏത് സദസ്സിലും എവിടെ ഏത് സമയത്തും ആരോടും പറയാൻ കൊള്ളുന്ന ഒരേ ഒരു കാര്യം, അത് നിത്യ സുവിശേഷമാണ്. ഈ ദർശനമുള്ള പൗലോസ് എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. പൗലോസ് ഞാൻ എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. 3 കൊല്ലം അങ്ങനെ വേല ചെയ്തു. ഇപ്പൊ ഞാൻ ചെല്ലുമ്പോഴേക്ക് പോവുകയാണ്. കഷ്ടങ്ങളും ബന്ധനങ്ങളും കാത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇനി ചെല്ലുമ്പോൾ അറിയാത്തതാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇവിടെ വേല ചെയ്ത് നിങ്ങളുടെ വെള്ളി മുന്നൊന്നും ഞാൻ മോഹിച്ചില്ല. എന്റെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചത്. വാങ്ങുന്നതിനേക്കാൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രവർത്തിച്ചത്. ഇതെല്ലാം പറഞ്ഞു പൗലോസ് വെളിപ്പാട് പറഞ്ഞു. പൗലോസ് പറയാ, ഞാനിപ്പോ യെരൂശലേമിലേക്ക് പോകാം. ഇനി നിങ്ങൾ ആരും എന്റെ മുഖം കാണത്തില്ല, ഞാൻ നിങ്ങളെ കാണത്തില്ല. പക്ഷെ ഞാൻ പോയി കഴിക്കുമ്പോൾ നാടൻ ഭാഷ പറഞ്ഞ ഈ സഭയ്ക്കൊക്കെ 2 പോരാട്ടം ഉണ്ടാകും. 2 പോരാട്ടം. ആ 29-ാം വാക്യം വായിച്ച സഹോദര, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാതെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ
നിങ്ങളുടെ ഇടയെ കിടക്കും. അപ്പൊ ഒന്നാമത്തെ പോരാട്ടം, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയെ കിടക്കും. വെളിപ്പാണ്. ഞാൻ പോയ ശേഷം ആട്ടക്കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയെ കിടക്കുമെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ വെളിയിൽ നിന്ന് വരും. അപ്പൊ നമ്മോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഒന്നാമത്തെ പോരാട്ടം വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടമാണ്. രണ്ടാമത്തെ പോരാട്ടം, അടുത്ത വാക്യം, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. അപ്പൊ രണ്ട് പോരാട്ടം, ഒന്ന് വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം, രണ്ട് അകത്തു നിന്നുള്ള പോരാട്ടം. ആദ്യകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയെ കിടക്കും, സൂക്ഷിച്ചോണം. മൂപ്പന്മാരോട് പറയാ, ഞാൻ പോയ ശേഷം ഇത് സംഭവിക്കും, അത് വരരുത്, ശ്രദ്ധിച്ചോണം. കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയെ കിടക്കും, വെളിയിൽ നിന്ന് വരും, സൂക്ഷിക്കണം. രണ്ട്, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും. ശിഷ്യന്മാരെന്നുള്ള വിപക്ഷ വിശ്വാസികളെന്ന ആദ്യകാലത്ത് വിശ്വാസികൾ നല്ലല്ലോ പ്രയോഗം, ശിഷ്യന്മാർ, ദൈവകുഞ്ഞുങ്ങൾ. അപ്പോൾ ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുന്ന, സേവിക്കുന്ന, സ്നേഹിക്കുന്ന പലരെയും തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. രണ്ടാമത്തെ പോരാട്ടം അകത്തു നിന്നുള്ള പോരാട്ടം. ഈ വെളിയിലത്തെ പോരാട്ടം നമുക്ക് സഹിക്കാം. അകത്തെ സുവിശേഷ വിരോധിയായ ഒരുത്തൻ ഉപദ്രവിക്കാമെന്ന് അവനെ പ്രാർത്ഥിച്ചൊതുക്കാം, ഒതുക്കിയിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ട് അടിമാലി ഒരു ടീം പ്രവർത്തനം ഉണ്ടായിരുന്നു. അടിമാലി ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക, ആനവരടിക്കപ്പെടണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോന്റെ രക്ഷിച്ചെന്നൊക്കെ ഈ സാക്ഷ്യം പറയാം. അപ്പോൾ ഒരു സഹോദരൻ കാൽമുണ്ടൊക്കെ കൊടുത്ത് അവിടെ വന്ന പിച്ചിവിടെ പൊക്കി കൊടുത്ത് എന്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞങ്ങളുടെ കൂടെ വേച്ചനോട് എന്ന് പുള്ളി ചോദിച്ചു, അവനോട് നിർത്താൻ പറയാം എന്നോട്. അപ്പൊ ഒരു പുരുഷൻ തൊട്ടി അപ്പറെ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ഇപ്പറെ മുസ്ലിങ്ങളുടെ ഒരു നേർച്ചപ്പെട്ടിലുണ്ട്, ചന്ദ്രകല, നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്നിട്ട് അവിടെ ഒരു മെന്നെ ഇങ്ങനെ നോക്കും, പിന്നെ അപ്പുറം വരെ പോകും. പിന്നെ തിരിച്ചെടുമ്പോൾ എന്നാ വേച്ചനോട് എന്ന് പറഞ്ഞ് അവനോട് നിർത്താൻ പറയാൻ എന്നോട്. വേച്ചൻ പറഞ്ഞാൽ സമയം കൊടുത്തിട്ടുണ്ട്, പുള്ളി നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. നല്ല പറ്റിയ പുള്ളിയാ വേച്ചൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് നിർത്തിയില്ലെങ്കിൽ വടിവാളിന് വിട്ടുവന്നു. വേച്ചൻ പറഞ്ഞ് പെട്ടെന്ന് വിട്ടു, ആരും തിരക്കത്തൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഇങ്ങനെ പോന്നേക്കുന്ന. പിന്നെ കേട്ടവൻ പറഞ്ഞ് ഇന്ന് വെട്ടുന്നില്ല, നാളെ വെട്ടുന്നു. ഏതായാലും ഇതുവരെ വെട്ടിയില്ല. ദൈവം പറയാതെ ഒരുത്തരും നിന്നെ തൊടുകയല്ല. സ്തോത്രം. എന്റെ തലമുടി പൊഴിയണമെങ്കിൽ ഇന്ന് രാവിലെ എത്ര മുടി പൊഴിഞ്ഞെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാമല്ല, പക്ഷെ അമ്പരെ രണ്ട് വെച്ചിരിക്കുക. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയെന്ന്. അപ്പം അടുത്ത പോരാട്ടം ഭയങ്കരമാണ്. സുവിശേഷ വിരോധി എടുത്താൽ എല്ലാം വന്നാൽ അവനെ പ്രാർത്ഥിച്ചൊതുക്കാൻ ഒതുക്കിയിട്ടുണ്ട്. അകത്തുള്ളവൻ തല്ലാൻ വന്നാലോ എങ്ങനെ പ്രാർത്ഥിച്ചൊതുക്കും പറ? അവനും പ്രാർത്ഥിച്ചാൽ അതെല്ലാം വന്നേക്കും. കർത്താവ് ഹോളിലോട്ട് പോകുന്ന കമ്മിറ്റി കൊണ്ട് ശരീരാത്മതികളെ ബലപ്പെടുത്തണം. അല്ലുകൊള്ളല്ല കൊള്ളുകല്ലാതെ വേറെ യാതൊരു നിവൃത്തി. പിന്നെ അടിമടക്കുമെന്ന് സൂചന കിട്ടുകയാണെ അന്ന് യോഗത്തിന് പോകാതിരിക്കുന്നതാ. അവനും പ്രാർത്ഥിച്ചാൽ അതെല്ലാം കൊണ്ടേക്കുന്നത്. യഹോവയുടെ കൈ വീര്യം, പിന്നെ മോശന്റെ മുതുകിന് അടികൊണ്ടടിച്ച് അവൻ ചത്തുപോകരുന്ന് ഒരു പ്രയോഗമുണ്ട്. പിള്ളേരോടുള്ള ബന്ധത്തിലാണ് നമ്മൾ പ്രാർത്ഥിച്ച അവൻ മറുഭാഷ പറഞ്ഞായിരിക്കും നമ്മെ തല്ലുന്നത്. അപ്പൊ വെളിയിലത്തെ പോരാട്ടം നമുക്ക് സഹിക്കാം, അകത്തെ പോരാട്ടമാണ് പ്രശ്നം.